Hi friends, welcome back. Android 12 എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലേ? ഇപ്പോൾ എല്ലാവരും Android 12 റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Android 12 കിട്ടാത്ത ആൾക്കാരുണ്ട്. പുതിയ ഫോണുകളിൽ പലതും ഇപ്പോഴും Android 11 വരുന്നുണ്ട്. അവിടെ ഇരിക്കട്ടെ. Android 12 കിട്ടിയ ആൾക്കാരെ സംബന്ധിച്ച് ഇനി 13 എന്താണ് എന്ന് തന്നെയാണ് ചോദ്യം. മാറുകയാണ്. കംപ്ലീറ്റ്ലി ഒരുപാട് നല്ല ചേഞ്ചുകളുമായിട്ടാണ് Android 13 വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ Android 13 ഉള്ള ഒരു പിക്സൽ ഫോൺ ഉപയോഗിക്കാനിടയായി. എന്തായാലും എന്തൊക്കെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്? എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ്? നമുക്ക് നോക്കാം ഒന്നൊന്നായിട്ട്. Android 13 വരുമ്പോൾ ഓൾറെഡി ഉള്ള UI നമുക്കറിയാം. Android 12 UI നമുക്കറിയാം. നോർമലി ഈ ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത്. UIയിൽ വേറെ കാര്യമായ ചേഞ്ച് ഒന്നുമില്ല. ഏറെക്കുറെ ഇതുപോലൊക്കെ തന്നെയാണ് Android 13 ഇരിക്കുന്നത്. എന്നാൽ ഈ കൺട്രോൾ സെന്ററിൽ പുതിയ കുറച്ച് സംഭവങ്ങൾ ആഡ് ആയിട്ടുണ്ട്. ഒന്ന് ഒരു QR കോഡ് സ്കാനറാണ്. അതായത് സാധാരണഗതിയിൽ നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം ഒക്കെ എടുത്തിട്ട് അതിനകത്ത് QR കോഡ് എടുത്തിട്ട് നമ്മൾ സ്കാൻ ചെയ്തിട്ട് പേ ചെയ്യും. ബട്ട് ഇനി അങ്ങോട്ട് നമുക്ക് ഈ കൺട്രോൾ സെന്ററിൽ നിന്ന് ഈസി ആയിട്ട് QR കോഡ് എടുത്തുകൊണ്ട് സിമ്പിളായിട്ട് സ്കാൻ ചെയ്ത് പേ ചെയ്യാം. സോ ഒരു നല്ല വെൽക്കം ചേഞ്ച് ആയിട്ട് എനിക്കത് തോന്നി. പിന്നെ അവിടെ വേറെയും കുറേ ടോഗിളുകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് കളർ കറക്ഷൻ ടോഗിള്, അതേപോലെ വൺ ഹാൻഡ് മോഡ് ടോഗിള്, അതൊക്കെ ഉണ്ട്. വൺ ഹാൻഡ് മോഡ് ടോഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഐഫോണിലൊക്കെയുള്ള ഒരു വൺ ഹാൻഡ് മോഡ് ഉണ്ടല്ലോ, താഴേക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം സ്ക്രീൻ താഴേക്ക് ഇറങ്ങി വരുന്നൊരു സംഭവം. അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഒരു ടോഗിളൊക്കെ വന്നിട്ടുണ്ട്. സോ അത് വേണമെങ്കിൽ അതുകൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസേജ് എക്സ്പീരിയൻസ് കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സോ അങ്ങനെയുള്ള കുറേ നല്ല ടോഗിളുകൾ ഇതിനകത്ത് ആഡ് ആയി വരുന്നുണ്ട് പുതിയതായിട്ട്. ഇനി അടുത്തൊരു നല്ല ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നിയത് ആപ്പ് ലാംഗ്വേജ് സെലക്ഷൻ സംവിധാനം. അതായത് സാധാരണഗതിയിൽ നമ്മുടെ സിസ്റ്റം മൊത്തത്തിൽ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിലാക്കാം. പിന്നെ ഫേസ്ബുക്കോ വാട്സപ്പോ എന്ത് തുറന്നാലും മലയാളത്തിലായിരിക്കും. ബട്ട് ഇതിനകത്ത് സിസ്റ്റം ലാംഗ്വേജ് ഇംഗ്ലീഷിൽ തന്നെ വെച്ചുകൊണ്ട് ചില ആപ്പ് മാത്രം നിങ്ങൾക്ക് മലയാളത്തിൽ, ഫേസ്ബുക്ക് തുറക്കുമ്പോൾ അത് മലയാളത്തിൽ വരണം, ബാക്കിയെല്ലാം നോർമലി ഇംഗ്ലീഷിലുള്ള പോലെ തന്നെ ഇരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റും. Android 13 വരുന്നതോടുകൂടി ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ ആപ്പിനും അതാത് ലാംഗ്വേജുകൾ, നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ്, മലയാളമാണെങ്കിൽ മലയാളം, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തൊരു കാര്യം, ന്യൂ സിസ്റ്റം ഫോട്ടോ പിക്കർ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഫൈൽ പിക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫയലോ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു സൈറ്റിലേക്കോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന നേരത്ത് അലോ ആക്സസ് ടു ഓൾ ഫോട്ടോസ് എന്ന് ചോദിക്കും. അതായത് നമ്മുടെ ഫോട്ടോസും ഫയൽസും ഒക്കെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാൻ വേണ്ടി ചോദിക്കും. നോർമലി അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഫയൽസും ആ ഒരു ആപ്പിന് അല്ലെങ്കിൽ സൈറ്റിന് ആക്സസ് ചെയ്യാൻ കഴിയും. അതൊരു പ്രശ്നമാണ്. നമ്മൾ ഒരു ഫോട്ടോയായിരിക്കും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ എല്ലാ ഫയൽസും ആക്സസ് ചെയ്യാനുള്ള സംവിധാനം അവർക്ക് കിട്ടുന്നതോടുകൂടി നമ്മൾ ആ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ. ബട്ട് ഇനി അത് വേണ്ട. Android 13 വരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന 2-3 ഫോട്ടോ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന ആ ഫയലുകൾ മാത്രം അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നമുക്ക് പെർമിഷൻ കൊടുക്കാം. സോ ഇത് തീർച്ചയായിട്ടും നല്ലൊരു പ്രൈവസി റിലേറ്റഡ് ആയ വെൽക്കം ചേഞ്ച് ആണ്. പിന്നെ ഈ പ്രൈവസിയുടെ കാര്യം പറയുമ്പോൾ പ്രൈവസി ഡാഷ്ബോർഡിലും ഒരു നല്ല ചേഞ്ച് വരുന്നുണ്ട്. 7 ദിവസത്തെ ഹിസ്റ്ററി കാണാൻ പറ്റും. ഈ കഴിഞ്ഞ 7 ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ഡെയിലി നോക്കേണ്ട ആവശ്യമില്ല. 7 ദിവസത്തിൽ ഒരിക്കലൊക്കെ, ഒരാഴ്ചയിൽ ഒരു ദിവസം നോക്കുമ്പോഴും കഴിഞ്ഞ 7 ദിവസവും ഏതൊക്കെ ആപ്പുകൾ ഏതൊക്കെ തരത്തിലുള്ള ആക്സസുകൾ നമ്മുടെ ഫോണിൽ നടത്തിയിട്ടുണ്ട്, അതിൽ സസ്പീഷ്യസ് ആയ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ എന്നൊക്കെ കണ്ടെത്താനും അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. 7 ദിവസത്തെ പ്രൈവസി ഡാഷ്ബോർഡ് നമുക്ക് കിട്ടും. പിന്നെ വാൾപേപ്പർ പിക്കർ പോലുള്ള സംവിധാനങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്താൽ നമുക്ക് വാൾപേപ്പറിനുള്ള സംവിധാനങ്ങൾ കാണാം. സാധാരണഗതിയിൽ Android 12 ഇങ്ങനെയാണ് വരിക. ബട്ട് Android 13 ആകുമ്പോൾ നമ്മൾ അവിടെ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു 4-5 വാൾപേപ്പറുകൾ, ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത 4-5 വാൾപേപ്പറുകൾ അവിടെ ഒരു പ്രിവ്യൂ ആയിട്ട് കാണാൻ സാധിക്കും. അതിൽ ഏതാ വേണ്ടത് നമുക്ക് അപ്പം തന്നെ സെലക്ട് ചെയ്യാം, അവിടെ തന്നെ സെലക്ട് ചെയ്യാം. ഇപ്പോഴത്തെ സംവിധാനത്തിൽ എന്ന് വെച്ചാൽ ഇതിൽ ഒരെണ്ണത്തിൽ ടാപ്പ് ചെയ്ത് വാൾപേപ്പറിനകത്തേക്ക് കയറി അവിടെ ചെന്നിട്ട് വേണം, ആ വാൾപേപ്പർ സെലക്ഷൻ ഏരിയയിൽ ചെന്നിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ബട്ട് പുതിയ Android 13 വരുമ്പോൾ ആ പ്രിവ്യൂവിൽ തന്നെ ജസ്റ്റ് ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ആ പ്രിവ്യൂവിൽ തന്നെ ഒരു 4-5 വാൾപേപ്പറുകൾ കാണും. അധികം നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. സോ അതും ഇതിനകത്തൊരു നല്ല ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി തീംഡ് ഐക്കൺസ്, അതായത് നമ്മൾ ഇതിനകത്തൊരു തീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഐക്കണുകൾ, സാധാരണഗതിയിലുള്ള സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഐക്കൺ അല്ലാതെ മറ്റു ഐക്കണുകളും അപ്ലൈ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സോ കസ്റ്റമൈസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് സാരം. ഇനി ലാർജ് ഡിവൈസുകളിൽ Android 13, അതായത് ടാബ് പോലുള്ള സംവിധാനങ്ങളിൽ Android 13 വരുമ്പോൾ അതിന് താഴെ ആപ്ഡ്രോയിഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് താഴെയും കുറേ റീസെന്റ് ടാബുകൾ പോലെ കുറേ ആപ്ലിക്കേഷനുകളൊക്കെ കാണാൻ സാധിക്കും. വലിയ ഡിവൈസുകളിൽ ചിലപ്പോൾ എന്തെങ്കിലും യൂസ് വരികയായിരിക്കും. നോർമലി ഫോണിലൊന്നും അത് വരുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി വൈബ്രേഷൻ സ്ലൈഡർ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നോർമലി നമ്മളൊരു അലാറം സെറ്റ് ചെയ്യുമ്പോഴായാലും അതിൽ മ്യൂസിക്കിൻ്റെയും വൈബ്രേഷൻ്റെയും ഒക്കെ അളവ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓൾറെഡി പല ഫോണിലും അത് പറ്റുന്നുണ്ടല്ലേ. പിന്നെ മീഡിയ ഔട്ട്പുട്ട് UI ഒന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ മീഡിയ ഔട്ട്പുട്ട് UI എന്ന് പറയുമ്പോൾ നമുക്ക് Android 12 മീഡിയ പ്ലേ ആവുന്നുണ്ടെങ്കിൽ അവിടെ സൗണ്ടിൻ്റെ ഒരു ചെറിയ ഐക്കൺ വരും. അതിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് മീഡിയ ഔട്ട്പുട്ട് ഏതാണ് വേണ്ടത്, ഹെഡ്ഫോണിൽ നിന്ന് വേണോ, ഫോണിൽ നിന്ന് വേണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൗണ്ട് ബാറിൽ നിന്ന് വേണോ, അങ്ങനെ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ബട്ട് അതിപ്പോൾ പുതിയൊരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ രീതിയിൽ പുതിയ രീതിയിലാണ് ആ സെലക്ഷൻ വിൻഡോ വരുന്നത്.
വേറെ വ്യത്യാസമൊന്നും തോന്നിയില്ല. ആ ഒരു ഡിസൈൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്, കുറച്ചും കൂടി സ്മൂത്ത് ആക്കിയിട്ടുണ്ട്, കുറച്ചും കൂടി ഒരു ട്രെൻഡി ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട് അത്. പിന്നെ മീഡിയ പ്ലെയർ യുഐയും കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ പഴയ ആൻഡ്രോയിഡ് ഫോണുകളിലാണെങ്കിൽ, ആൻഡ്രോയിഡ് 12 ആണെങ്കിൽ മീഡിയ പ്ലെയറിന്റെ യു ഐ ഇത്രയുമേ ഉള്ളൂ. കൺട്രോൾസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, പ്രീവിയസ്, പിന്നെ ലൈക്ക്, ഡിസ്ലൈക്ക്, സ്ലൈഡർ, അത്രയേ ഉള്ളൂ. ബട്ട് കുറേ അധികം ഓപ്ഷൻസ് ആൻഡ്രോയിഡ് 13 വരുന്നതോടുകൂടി വരും. സോ അതൊക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി ഗസ്റ്റ് യൂസേഴ്സിനെ ആഡ് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഗസ്റ്റ് യൂസറെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തേക്ക് കോളും കാര്യങ്ങളും ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണോ, അതേപോലെ ഏതൊക്കെ ആപ്പുകൾ അതിനകത്ത് അലോ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ ചെയ്തുകൊണ്ട് ഗസ്റ്റ് യൂസറെ ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഗസ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്ന വിൻഡോസ് ഫുൾ സ്ക്രീനിൽ വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ സെൻറ്ററിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് വരുന്നുണ്ട്. പിന്നെ സിസ്റ്റത്തിനകത്ത് വലുതായിട്ട് വരുന്നുണ്ട്. പല രീതിയിൽ ഗസ്റ്റ് യൂസറുകളെ ആഡ് ചെയ്യാനുള്ള സംവിധാനം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചേഞ്ച്, അതായത് നമ്മുടെ ആപ്പിളിൻ്റെ iOS-ൽ സഫാരി ബ്രൗസറിൻ്റെ സെർച്ച് ബാർ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് ബ്രാൻഡുകളും ഈ സെർച്ച് ബാർ താഴേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു കൺവീനിയൻസിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ആൻഡ്രോയിഡ് 13 വരുമ്പോൾ അതിൻ്റെ ആൻഡ്രോയിഡ് സെർച്ച് ബാർ താഴെയായിരിക്കും. അതിൽ നമ്മൾ സെർച്ച് ബാറിൽ ടാപ്പ് ചെയ്താൽ കീബോർഡ് പൊന്തി വരുമ്പോൾ കീബോർഡിൻ്റെ മുകളിലായിട്ട് സെർച്ച് ബാർ നിൽക്കും. അതായത് ടാപ്പ് ചെയ്യാൻ വേണ്ടി, സെർച്ച് ബാർ ടാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുകളിൽ പോയി ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. താഴെ തന്നെ നമ്മുടെ കൈയുടെ അടുത്ത് തന്നെ സെർച്ച് ബാർ ഉണ്ടാവും. അവിടെ ടാപ്പ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാം. ഇനി പിക്ചർ ഇൻ പിക്ചർ മോഡ് എന്ന് പറയുന്ന സംവിധാനം സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. അതായത് നോർമലി ആ ഒരു ആപ്പ് അനുവദിക്കുന്ന രീതിയിൽ നമുക്ക് ചെറുതായിട്ടോ കുറച്ച് വലുതായിട്ടോ അതിൻ്റെ വലുപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടാൻ സാധിക്കും. അതുമാത്രമല്ല, ആ പിക്ചർ ഇൻ പിക്ചർ മോഡിൽ ചെറുതായിട്ട് വീഡിയോ പ്ലേ ആകുമ്പോൾ തന്നെ ഒരു ടാപ്പ് കൊടുത്താൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ട് മാറി നിൽക്കുകയും ചെയ്യും. സോ രണ്ട് രീതിയിലും ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് മാറ്റി യൂസ് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെയാണ് പ്രധാനപ്പെട്ട കുറച്ച് നല്ല ചേഞ്ചുകൾ പുതിയ ആൻഡ്രോയിഡ് 13 വരുമ്പോൾ വരാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയും, ഈ ആൻഡ്രോയിലുള്ള സെർച്ച്, ഞാൻ പറഞ്ഞല്ലോ സെർച്ച് ബാർ വരുമെന്ന്, അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡും വരും. സെർച്ച് ബാറിൽ ടാപ്പ് ചെയ്ത് കീബോർഡ് വന്ന് നമ്മളൊരു ആപ്പ് സെർച്ച് ചെയ്യുന്നതിനേക്കാൾ ഓൾവേസ് ഷോ കീബോർഡ് എന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതും പുതിയ ആൻഡ്രോയിഡ് 13 വരുമ്പോൾ വരുന്നൊരു സംവിധാനമാണ്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ നമ്മൾ ആപ്പ് ഡ്രോ ഓപ്പൺ ചെയ്താലും മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് ആപ്പ് ഡ്രോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ കീബോർഡ് വരും. ഏത് ആപ്പാണ് വേണ്ടതെന്ന് നമ്മളവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആപ്പും വരും. സോ കുറേ അധികം ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഓൾവേസ് ഷോ കീബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടി സൗകര്യമായിട്ട് നമുക്ക് എല്ലാ ആപ്പും സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇത് പ്രധാനപ്പെട്ട, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കുറച്ച് നല്ല ചേഞ്ചുകളാണ്. പക്ഷേ എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം, മറ്റ് പല ഫോണുകളിലും, സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ലാത്ത മറ്റ് പല ഫോണുകളിലും ഉള്ള ഫീച്ചറുകളാണ് ഇതിൽ പറഞ്ഞ പലതും. ബട്ട് എങ്കിലും കുറേ ഇമ്പോർട്ടൻ്റ് ആയ ഘടകങ്ങൾ, ഈ QR കോഡിൻ്റെ സംഭവം, അതേപോലെ പ്രൈവസി ഡാഷ്ബോർഡ് 7 days, അങ്ങനെ പല സംഭവങ്ങളും, നല്ല സംഭവങ്ങൾ പുതിയതായിട്ട് ആൻഡ്രോയിഡിലേക്ക് വരികയാണ്. അത് മറ്റുള്ള ഡെവലപ്പേഴ്സും കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും എത്തും. നല്ല ചേഞ്ചുകളാണ്. നല്ല പ്രൈവസിയുടെ കാര്യത്തിൽ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിക്കൊണ്ടാണ് ആൻഡ്രോയിഡ് 13 വരാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.